ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ക്ലബ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഡേയും, പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഈവനിങ്ങിൽ കുറച്ച് ജോലികളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പണിയെടുക്കാൻ നല്ല ഡീമോട്ടിവേറ്റഡ് ആണ്. പക്ഷേ നമുക്ക് എങ്ങനെ അതൊന്ന് ഓവർകം ചെയ്തിട്ട് കുറച്ചുകൂടി പണികൾ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം ഞാനും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ചില സമയത്ത് നമുക്ക് ഒരു മോട്ടിവേഷനും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതൊക്കെയാണ് കേട്ടോ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ജോലിയുള്ളൊരു ദിവസം തന്നെയാണ്. പക്ഷെ മോള് ക്ലാസ്സിൽ പോകുന്നുണ്ട്. മോൻ സുഖമില്ലാതിരുന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് 7:30 മോൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്ര 7:30 ഫുഡ് റെഡിയാക്കണ്ട, 8 പക്ഷേ 7:30 ആകുമ്പോഴത്തേനും നമ്മൾ ഫുഡ് റെഡിയാക്കും കേട്ടോ. 7:45 ആകുമ്പോഴത്തേനും ഓക്കെയാണ്. പക്ഷേ മോൻ ക്ലാസ്സിൽ പോകുന്ന ദിവസമാണെങ്കിൽ എന്തായാലും ഒരു 7:10 ആകുമ്പോഴത്തേനും എന്തായാലും എല്ലാം റെഡി ആവണം. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ്സ് എക്സ്ട്രാ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നല്ല ധൃതി പിടിക്കേണ്ട, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സായി ഇരിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ബാൽക്കണിയിലൊന്ന് ഇറങ്ങി നിന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ എന്തായാലും മോർണിംഗ് നല്ല പണി ഉണ്ടാകും. കാര്യം എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ കുട്ടികൾക്കുള്ള ലഞ്ചും ഒക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം നമ്മുടെ കുട്ടികൾ ചോറും ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും എക്സ്ട്രാ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അങ്ങ് കൊണ്ടുപോകാനും വലിയ ഇഷ്ടമല്ല. അപ്പം അത് ഇച്ചിരി ഒരു പണിയുള്ള കാര്യമാണ്. എങ്കിലും ഫുഡ് കഴിക്കാതിരുന്നാൽ നമുക്ക് വിഷമമല്ലേ. അതുകൊണ്ട് തന്നെ പറ്റുന്ന പോലെയൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളുള്ള കുഞ്ഞു വാവകളുള്ള അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊടുത്ത് കഴിപ്പിച്ച് ശീലിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനത് വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. അപ്പോഴത്തേനും ഹാം ഡൺ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ അവർ കുറച്ച് പിക്ക് ചെയ്യാൻ ചൂസ് ചെയ്യാണ്. അപ്പം എന്തായാലും ഇനി ഉള്ള അമ്മമാർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാറ്. അവർ വലുതാവും തോറും ചേഞ്ചസ് വരുമല്ലോ. അപ്പോൾ കുറേയും കൂടി ഹെൽത്തി ആയിട്ടും സിമ്പിളായിട്ടും ഉള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഫുഡിൻ്റെ കാര്യത്തിൽ ഫോഴ്സ് ചെയ്യുന്നത് കഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളും അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവരും സഹകരിച്ചാൽ നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ ഇവിടെ അപ്പവും മുട്ടക്കറിയും മോൾക്കൊഴിച്ച് എല്ലാവർക്കും ഓക്കെയാണ്. അപ്പോൾ എനിക്ക് എസ്പെഷ്യലി നല്ല ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോൾക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അവൾക്ക് ഓട്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ് രാവിലെ. പിന്നെ അതുപോലെ ലഞ്ചിന് ബ്രെഡ് സാൻഡ്വിച്ചാണ്, ചീസ് വെച്ചിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ മോന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ തന്നെ സമയം കളയണമല്ലോ. അപ്പം കുറച്ച് നേരം ക്യാരംസ് കളിക്കുകയാണ്. അപ്പോൾ അവൾ ഓട്സ് കഴിച്ചിട്ട് ഞാൻ 2 ഡേറ്റ്സും കൂടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ പെട്ടെന്ന് അപ്പമൊക്കെ ഓരോന്ന് ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ എനിക്കിവിടെ 2 അപ്പച്ചട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ അറ്റ് എ ടൈം 2 അപ്പം ഒക്കെ ചുട്ടെടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കഴിയും. അതുപോലെ ഇടിയപ്പവും ഇഡ്ഡലിയും ഒക്കെ എൻ്റെ കയ്യിൽ പഴയ ഇടിയപ്പ ചെമ്പുണ്ട്. പഴയത് അലുമിനിയത്തിൻ്റെയാണ്, പുതിയത് സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ സമയമില്ലാത്ത സമയത്ത് ഞാനിത് രണ്ടും എടുക്കും. പാത്രം കഴുകുന്ന അത് ഞാൻ നോക്കത്തില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത്രയും സാധനങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അതുപോലെ നമുക്ക് ഇപ്പം ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിലും അധികം വേണം, ഇഡ്ഡലിയും ഇടിയപ്പമൊക്കെ അധികം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതെടുത്തിട്ട് വീണ്ടും കഴുകി എടുക്കുന്നതിനേക്കാളും എനിക്ക് കൺവീനിയൻറ്റ് ഇത് രണ്ടും അങ്ങോട്ട് വെച്ചിട്ട് പെട്ടെന്ന് പണി തീർക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഡെയിലി ബേസിസിൽ ക്ലീനിങ്ങിന് രാവിലത്തെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഹെൽപ്പുണ്ട്, ഒരു ചേച്ചി വരുന്നത് കൊണ്ട്. അപ്പോൾ എനിക്ക് അത്ര പ്രശ്നമില്ല. അപ്പോൾ അത് നമ്മൾ നോക്കിയും കണ്ടും ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പോയിൻറ്റ്. നമുക്ക് എത്ര ടൈമുണ്ട്, എത്ര ഹെൽപ്പുണ്ട് എന്നതൊക്കെ അനുസരിച്ച് നമ്മളുടെ ജോലികൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ ജോലിക്കിരുന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്കത് കുറച്ച് എളുപ്പമായി. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്, കാർത്തിയായനി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ മോൻ ജസ്റ്റ് ഓക്കെ ആയി വരുന്നപ്പോൾ അവനവിടെ ഒരു കപ്പ് കേക്ക് കണ്ടപ്പോൾ കുറേ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു കപ്പ് കേക്കും വാങ്ങിച്ചു കൊടുത്തു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളിതാ കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ്.
അപ്പോൾ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡാണ്, പക്ഷേ കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡാണ്. കുറച്ച് ഒരു നോർമൽ നമ്മൾ കഴിക്കുന്ന ഇതിനേക്കാളും കുറച്ച് കാശ് കൂടുതലാണ്, പക്ഷേ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ കയറിയിട്ടാണ് തിരിച്ചു വന്നത്. ഇതിപ്പോൾ ഇതിന് മുന്നത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഞാൻ ബെഡ്റൂം ക്ലീനിങ് ഒക്കെ ചെയ്ത ഒരു വീഡിയോ ഇല്ലേ, അതിനും മുന്നത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഈവനിങ് ജോലികൾ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കാം. അപ്പോൾ നല്ല മഴയുള്ള ഒരു ദിവസമാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ പെരും മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. നല്ല നമുക്ക് ജോലിയൊന്നുമില്ല, ചായയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. പക്ഷേ ആ ഒരു ദിവസം എനിക്ക് അത്യാവശ്യം നല്ല ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു മോട്ടിവേഷനും ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഒന്ന് സെൽഫ് മോട്ടിവേറ്റഡ് ആവാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതും അതിൻ്റെ കൂടെ നമ്മുടെ വൈകിട്ടത്തെ കുറച്ച് ക്ലീനിങ്ങും നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ ആസ് യൂഷ്വൽ വൈകിട്ടുള്ള നമ്മുടെ ബെഡ്റൂം ക്ലീനിങ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഓഗസ്റ്റ് മാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ എത്ര മാസം കൂടി ഉണ്ട്? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 5 മാസം കൂടി ഉണ്ടല്ലോ ഈ വർഷം തീരാൻ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡിക്ലട്ടറിങ് ഒക്കെ ഫിനിഷ് ആക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ പുതിയ വീട്ടിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ കളയേണ്ട സാധനങ്ങളൊക്കെ കളഞ്ഞ് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് അങ്ങോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷനും ഇല്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് അത്യാവശ്യം നല്ല പണിയുണ്ട്. അപ്പം ചെയ്യാവുന്നൊരു കാര്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കിപ്പോൾ ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളൊരു ജോലി എന്താണ്. ചിലപ്പോൾ കുറേ ജോലി ഉണ്ടാവും. ബെഡ്ഷീറ്റ് വിരിച്ചിടാനുണ്ടാവും, പാത്രം കഴുകാനുണ്ടാവും, തുണി മടക്കി വയ്ക്കാനുണ്ടാവും. അപ്പം കൂട്ടത്തിൽ നമുക്കിപ്പോൾ ഓക്കെ ആയിട്ടുള്ള ഫസ്റ്റ് ജോലി എന്താണ്, അല്ലെങ്കിൽ 1-2 ജോലി ചെയ്യാൻ പറ്റിയത് എന്താണെന്നൊന്ന് ആലോചിച്ചിട്ട് ഓക്കെ ഇത് ചെയ്യാൻ വലിയ കുഴപ്പമില്ല, മറ്റതിൻ്റെ കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യ, അപ്പോൾ ആ 2 ജോലി ആദ്യം പോയി ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കുറേ ജോലിയുള്ളപ്പോൾ ഓക്കെ ഈ 2 ജോലി ചെയ്ത് തുടങ്ങാം, അങ്ങനെ വയ്ക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും പറ്റുമോയെന്നറിയില്ല. കാരണം നമ്മുടെ പോലത്തെ തന്നെയുള്ള ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അവരായിട്ട് നമ്മൾ നല്ല ക്ലോസ് ആണെങ്കിൽ നമുക്ക് എനിക്ക് ഇന്ന പണികളൊക്കെ തീർക്കാനുണ്ട്, അങ്ങനത്തെ വോയിസ് നോട്ടൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് ആ പണി ചെയ്തിട്ട് പിന്നെ അവരോട് നമ്മൾ പറയാം ഞാൻ ഇന്നതൊക്കെ തീർത്തു, ആ ഒരു രീതിയിലൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ എനിക്കത് വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു ചുമ്മാ നമ്മൾ ഒന്നും പറയാനില്ല, ആരോടും പറയാനില്ല, അങ്ങനത്തെ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് സർക്കിൾ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അതുമില്ലെങ്കിൽ നമ്മളുടെ ഉമ്മാൻ്റെ അടുത്തൊക്കെ ഫോൺ ചെയ്തിട്ട് നമുക്ക് പറയാം അങ്ങനെ. അപ്പോൾ അത് നിങ്ങൾക്കൊരു ശീലം ഉണ്ടെങ്കിലാണ് അങ്ങനെ ചെയ്തു പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ ടാസ്ക് റൊട്ടേഷൻ ചെയ്യുക. അതായത് ഇപ്പം നമുക്ക് കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് തന്നെ ചെയ്താൽ ബോറടിക്കും. അപ്പം കുറച്ചായിട്ട് ചെയ്യുക. അതായത് ഇതും എല്ലാവർക്കും ചിലർക്ക് ഒരു കാര്യം ചെയ്താൽ അതങ്ങ് ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് അടുത്തത് ചെയ്യാനൊരു അടുത്തയിലോട്ട് പോകാൻ ഇഷ്ടമുണ്ടാവുള്ളൂ. പക്ഷേ ചിലർക്കെന്ന് പറഞ്ഞാൽ മാറ്റിക്കൊണ്ടിരിക്കാൻ, അതായത് ഒരു ലോഡ് ലോണ്ട്രി അങ്ങ് ചെയ്തിട്ട് പിന്നെ വേഗം പോയി അടുത്തത് ചെയ്തു, പിന്നെ പോയി വീണ്ടും തുണികൾ മടക്കി വെച്ച് അങ്ങനെ ടാസ്ക് റൊട്ടേഷൻ ചെയ്താൽ ചിലപ്പം ഒരു മോട്ടിവേഷൻ തോന്നും. പിന്നെ നമുക്ക് ആകെ വയ്യ, ആകെ മോട്ടിവേഷൻ ഇല്ല, മൈൻഡ് ആകെ ഒരു സുഖമില്ല, അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടാസ്കുകൾ മാത്രം ചെയ്യുക. എന്നിട്ട് ബാക്കി അവിടെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ തുണി ഉണക്കിയെടുക്കാൻ ഒത്തിരി കഷ്ടപ്പെടുന്നൊരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവിങ് റൂമിൽ സ്റ്റാൻഡിട്ടിട്ട് ഫാനിട്ടിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. ഫോൺ ചെയ്തും കൊണ്ട് നമുക്ക് പണിയെടുത്താൽ ചിലപ്പോൾ അതൊരു എൻ്റർടൈൻമെൻ്റ് ആവും, അങ്ങനെയൊക്കെ. പിന്നെ ഉള്ളത് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ് വീഡിയോസ് കാണുക, ഓഡിയോ ബുക്സ് കേൾക്കുക. ഇതൊക്കെ ചെയ്യുന്നതും കൊണ്ട് ഇപ്പോൾ എക്സസൈസ് ചെയ്യുക, കുക്ക് ചെയ്യുക, ക്ലീൻ ചെയ്തൊക്കെ നമ്മൾ അത് വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഇഷ്ടമുണ്ടാവും. നമ്മൾ ആ ഒരു ടൈം എന്തായാലും നമ്മൾ തുണി മടക്കുക എന്ന് പറഞ്ഞാലും നമുക്ക് അറിയുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒന്നില്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള വ്ളോഗ്സ് കാണുക, അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷണൽ നമ്മളുടെ സെൽഫ് ഹെൽപ്പൊക്കെ ചെയ്യുന്ന ടൈപ്പ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ
ചിലപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്ത മെത്തേഡുകളായിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഇതിന് മുന്നേ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് ചെയ്തതെന്നൊന്ന് ഓർത്തിട്ട് അതെപ്പോഴും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്കവാറും നമുക്ക് അത് തന്നെ ആയിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേത് എന്തായാലും ഒരു സിമ്പിൾ വ്ളോഗായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.